ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെയായിരിക്കും അത് ഏറ്റവും എഫോർഡബിൾ ആയ രീതിയിൽ പോകാൻ പറ്റുന്നത്, എത്ര ദിവസം മുന്നേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, അതുപോലെ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാ ഡൗട്ട്സിനും സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് എഫോർഡബിൾ ആയിട്ട് ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പാക്കേജ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കേജിൻ്റെ റേറ്റ് ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് അതുപോലെയല്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സീസൺ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളുടെ എക്സ്പെൻസിന് മാറ്റർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ജാനുവരിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെപ്റ്റംബർ മന്തിലെങ്കിലും നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇനി നിങ്ങളൊരു ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മന്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈ ടൈമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് കുത്തനെ കൂടുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ്. ഒരു നവംബർ, ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി മന്തിലേക്കൊക്കെ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 25,000 to 30,000 ആണ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതേ ഫ്ലൈറ്റ്സ് നിങ്ങൾ 1-2 മാസം മുന്നെയാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിൽ, അതായത് ഒരു ഓഗസ്റ്റ് മന്തിലൊക്കെ ആയിരുന്നു ബുക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും അപ്പ് ആൻഡ് ഡൗൺ പോയി വരാൻ പറ്റുമായിരുന്നു. സോ ഈ ഒരൊറ്റ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ്റെ ടൈമിങ്ങിനനുസരിച്ച് എത്രത്തോളം എമൗണ്ടാണ് നമുക്ക് വേരി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ലക്ഷദ്വീപ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞോളൂ. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തോളൂ.